കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. മരണം കഴിഞ്ഞ് ശാന്തമായ പോലെ കിടക്കുന്ന വീട് കണ്ടതും അവളുടെ കണ്ണ് പിന്നെയും നിറഞ്ഞൊഴുകി. സാധാരണ ഈ നേരം അടുക്കളയിൽ നിന്നുള്ള പാത്രങ്ങളുടെ ബഹളവും അമ്മയുടെ ഒച്ചപ്പാടും ഒക്കെ കൊണ്ട് ഈ വീട് മുഴുവൻ ശബ്ദമാണ്. അച്ഛനും അത്യാവശ്യ ഫോൺ കോളും സംസാരവും കടയിലേക്ക് വരുന്ന സാധനങ്ങളും ഒക്കെയായി ഇവിടെ തന്നെ കാണും. ഇന്ന് പക്ഷേ ആരും ഇവിടെ ഇല്ല. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ രാവിലെ വിളക്ക് വെച്ചിട്ടാണ് ആമ്പലും എന്തെങ്കിലും ചെയ്യുന്നത്. ഇന്ന് അതിനൊന്നും തോന്നാത്തത്രയും വലിയൊരു മടുപ്പ് അവളിൽ ഉറഞ്ഞുകൂടി. പെണ്ണ് നേരെ അടുക്കളയിലേക്ക് ചെന്നതും ഇന്നലെ രാത്രിയിൽ അത് എങ്ങനെ കിടന്നോ അതുപോലെ കിടക്കുന്നു അവിടെയെല്ലാം. ആരും ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ കറികളുടെ എല്ലാം വളിച്ച സ്മെല്ല് ആ മുറിയിലാകെ നിറഞ്ഞു നിൽക്കുന്നു. ഛർദ്ദിക്കാൻ പോലെ വന്നതും വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ ആ അടുക്കളയുടെ വാതിലും ജനലും ഒക്കെ തുറന്നിട്ടു. എന്ത് ചെയ്യണമെന്നോ എവിടെ നിന്ന് തുടങ്ങണമെന്നോ ഒരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. നേര് പറഞ്ഞാൽ ധാരണയില്ല. അമ്മയില്ലാത്ത അടുക്കള ഇതാദ്യമായാണ്. ഒപ്പം നിൽക്കുമ്പോൾ സഹായിച്ചു കൊടുക്കാൻ അറിയാം എന്നല്ലാതെ മറ്റൊന്നും എങ്ങനെ ചെയ്യണമെന്ന് ഇതുവരെ അറിയില്ല. അവള് ഒരു നെടുവീർപ്പോടെ ഒരു വശത്ത് നിന്ന് ഓരോന്നായി ചെയ്തു തുടങ്ങി. പുളിച്ചു പൊങ്ങിയ സാമ്പാറും തോരനും അവിയലുമൊക്കെ ഒരു പാത്രത്തിലാക്കി തൊടിയുടെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു. കലത്തിൽ ബാക്കിയുണ്ടായിരുന്ന ചോറ് പഴങ്കഞ്ഞിക്ക് ഒരു പാത്രത്തിലായി വെള്ളമൊഴിച്ചിട്ടു. അല്ലേലും അമ്മയ്ക്ക് പഴങ്കഞ്ഞി വലിയ താല്പര്യമില്ല. ഇന്നിപ്പോൾ ഇവിടേക്ക് വരുമോന്ന് പോലും അറിയില്ല. പലതും ചെയ്തു പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ നല്ല നേരമെടുത്താണ് അവൾ അടുക്കള ഒതുക്കിയത്. ആ നേരത്താണ് അശോകൻ അടുക്കളയിലേക്ക് വന്നത്. മോളെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്തോ? അച്ഛന് അത്യാവശ്യമായി ഒന്ന് രണ്ടു പേരെ കാണേണ്ടതുണ്ടായിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ ചെയ്തേനെ. കയ്യിലിരിക്കുന്ന പൊതിക്കെട്ട് പാതകത്തിലേക്ക് വെച്ചുകൊണ്ട് അയാൾ അവൾക്കടുത്തേക്ക് ചെന്ന് നെറ്റിയിലും കഴുത്തിലുമൊക്കെ കൈവച്ചു നോക്കി. ചൂട് കുറഞ്ഞു. മരന്ന് പിടിച്ചെന്ന് തോന്നുന്നു. ഇന്നലത്തെ വിറയിലും ചൂടുമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി കൊണ്ട് ഓടണമെന്ന്. അവളെ പ്രതിയുള്ള ആദിയിൽ അയാളുടെ മുഖം വല്ലാതെ ക്ഷീണിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലച്ചാ. എന്നാലും ശ്രദ്ധിക്കണം. എന്തിനാ രാവിലെ കുളിച്ചത്? പനി നല്ലോണം മാറിയിട്ട് പോരായിരുന്നോ? തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തിലേക്ക് നോക്കി ഇത്തിരി ദേഷ്യത്തോടെയായിരുന്നു ആ ചോദ്യം. തലയ്ക്കാകെ ഒരു മന്ദത. കുളിച്ച അത് മാറുമല്ലോ എന്ന് കരുതിയിട്ടാച്ചാ. കുറ്റം ചെയ്ത കുട്ടിയെ പോലെ അവളുടെ തല താന്നു. മോളൊരു കാര്യം ചെയ്, ഇതെടുത്ത് കഴിക്ക്. എന്നിട്ടൊരുങ്ങി അച്ഛന്റെ കൂടെ വാ. അച്ഛൻ മോളെ ടീച്ചറിന്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് പൊക്കോളാം. വേണ്ട അച്ഛാ, ഞാൻ ഇവിടെ നിന്നോളാം. മെല്ലെ പറഞ്ഞതും അയാൾ അവളെ ഒന്ന് നോക്കി. അത് വേണ്ട, എനിക്ക് നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാനുള്ള ധൈര്യമില്ല. അത് കേട്ടുകൊണ്ടാണ് മഞ്ജു അടുക്കളയുടെ വാതില് കടന്നത്. അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യത്തെ 1000 മടങ്ങ് ആളിക്കത്തിക്കുന്ന പോലെയായിരുന്നു അയാളുടെ വാക്കുകൾ അവർക്ക്. മാറിയ മഞ്ജുവിന്റെ മുഖവും താൻ പറഞ്ഞത് അവർ കേട്ടു എന്നുള്ളത് കൊണ്ട് കടുത്ത അച്ഛന്റെ മുഖവും കണ്ട് ആമ്പലു ആകെ വിഷമത്തിലായി. അച്ഛൻ ഇപ്പൊ പോകണം, മോൾ ഇത് കഴിച്ചിട്ട് വേഗം വായോ. പറഞ്ഞിട്ട് ഇടതുവശത്ത് നിൽക്കുന്ന മഞ്ജുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അയാൾ ഇറങ്ങിപ്പോയി. തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അമ്മയോട് എന്ത് പറയണമെന്നറിയാതെ അവള് ദയനീയമായി അവരെ നോക്കിയെങ്കിലും അത്രയും വാശിയിൽ മുഖം വെട്ടിച്ച് അവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മ ആകെ ദേഷ്യത്തിലാണ്. ഇന്നും കൂടി താൻ ഇവിടെ നിന്നും ഇറങ്ങിയാൽ ഒരുപക്ഷെ വഴക്ക് ഒരിക്കലും തീരില്ല. അതേസമയം അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് ആഴിയിൽ ചവിട്ടി നിൽക്കും പോലെ ആയിരിക്കുമെന്നുള്ള ബോധ്യവും മനസ്സിലുണ്ട്. പക്ഷെ താൻ കാരണം ആദ്യമായി അച്ഛൻ അമ്മയെ തല്ലി എന്നുള്ള കുറ്റബോധവും പേറി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. ആകെ വല്ലാത്തൊരവസ്ഥയിൽ അവൾ പുറത്തേക്കിറങ്ങി സോഫയിലിരുന്നു. അച്ഛൻ പറയുന്നത് കേട്ട് ചെല്ലുകയാണെങ്കിൽ ടീച്ചറുടെ വീട്ടിൽ സന്തോഷമായിരിക്കും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കൂടെ വൈകുന്നേരം വരെ ഇരിക്കുകയും ചെയ്യാം. പക്ഷേ അത് അമ്മയുടെ വാശി കൂട്ടും. അതിന് അമ്മ എങ്ങനെ തിരിച്ചു പ്രതികരിക്കും എന്നറിയില്ല. പക്ഷെ എങ്ങനെ തീർത്താലും അത് അച്ഛന്റെ ഉള്ളിലെ ദേഷ്യം കൂട്ടുന്ന പോലെ എന്തെങ്കിലും ആകുമെന്ന് ഉറപ്പ്. ഇതപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ്? ആകെ ചെയ്യാൻ പറ്റുന്നത് അമ്മയുടെ ദേഷ്യത്തിന് മുന്നിൽ താൻ നിന്നുകൊടുക്കുക എന്നു മാത്രമാണ്. അവൾ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് നേരെ അശോകന്റെ മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും അശോകന് ഒരുങ്ങി ഇറങ്ങിയിരുന്നു. തന്റെ മകളെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവളിനി എന്താവും പറയുക എന്നുള്ള ധാരണയിൽ തന്നെയാണ് അശോകൻ മകളെ കേട്ടത്. കുറെയൊക്കെ നിർബന്ധിച്ച് ഒപ്പം വരാൻ പറഞ്ഞെങ്കിലും അവൾ വരുന്നില്ലെന്ന് തീർത്തു പറഞ്ഞതും അശോകൻ നീരസത്തോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ പോകും മുന്നേ സ്വന്തം മൊബൈല് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നിന്റെ അമ്മ എന്തു പറഞ്ഞാലും നീ അത് എന്നോട് പറയില്ലെന്ന് അച്ഛനറിയാം. എന്നാലും അച്ഛന്റെ മോൾക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ അച്ഛനോട് പറയണം കേട്ടോ. ഇന്നലത്തെ പോലെ പേടിച്ച് കരഞ്ഞു നിൽക്കല്ലേ എന്റെ കുഞ്ഞ്. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അയാളുടെ തൊണ്ടയിടറി. ശരിയെന്ന പോലെ കരഞ്ഞുകൊണ്ട് അവൾ അതിന് തലയാട്ടി. പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അശോകൻ വീട്ടിൽ നിന്നിറങ്ങിയത്. അദ്ദേഹം പോയതും പഴയ പോലെ വീട് ശൂന്യമായ പോലെ തോന്നി അവൾക്ക്.
അകത്തേക്ക് പോകാൻ പേടിച്ചിട്ട് കുറെ നേരം വരാന്തയിൽ അങ്ങനെ തന്നെ നിന്നു. പിന്നെ എന്ത് വരട്ടെ എന്ന് കരുതി അവൾ മെല്ലെ അടുക്കളയിലേക്ക് ചെന്നതും മഞ്ജു കാപ്പി ഇടുന്നത് കണ്ടു. അമ്മ എന്തു പറയും എന്നറിയില്ലെങ്കിലും അവരോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവൾ പിന്നിൽ നിന്ന് അമ്മയെ വിളിച്ചു. അമ്മേ, എന്റെ കൺമുന്നിൽ നിന്ന് തന്നെ ഇറങ്ങി പൊക്കോണം, അവള് വന്നേക്കുന്നു, അമ്മയെന്നും വിളിച്ചുകൊണ്ട്. ഒരൊറ്റ ചാട്ടമായിരുന്നു മഞ്ജു. അസ്വസ്ഥമായ മനസ്സോടെ അയാൾ പിന്നെയും നമ്പർ ഡയൽ ചെയ്തു. ഇത്തവണയും എടുക്കുന്നില്ലെന്ന് കണ്ട് അയാൾ കടയടച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ഒറ്റ ബില്ലിൽ അയാൾ ഫോൺ എടുത്തു. എവിടെ പോയി കിടക്കായിരുന്നു മോളെ, എത്ര നേരം കൊണ്ട് അച്ഛൻ വിളിക്കുന്നു? ദേഷ്യത്തോടെയുള്ള ആ ചോദ്യത്തിൽ അവൾക്ക് സങ്കടമല്ല വന്നത്, മറിച്ച് അച്ഛനോടുള്ള സ്നേഹം കൂടുകയായിരുന്നു ചെയ്തത്. 3 മിസ് കോൾ കണ്ടിട്ടാണ് വേഗം വിളിച്ചത്. അച്ഛൻ പേടിച്ചു കാണുമെന്ന് തോന്നി. ഇപ്പോഴത്തെ ദേഷ്യപ്പെടൽ കൂടി കേട്ടതും അത് ഞാൻ അടുക്കളയിലായിരുന്നു അച്ഛാ, ഫോൺ മുറിയിലും. സമാധാനത്തിൽ പറയുന്ന മകളുടെ ശബ്ദത്തിൽ എവിടെയെങ്കിലും സങ്കടമുണ്ടോന്നറി കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരുന്നു ആ സമയം അശോകൻ. ഒന്നുമില്ല, സാധാ പോലെ. അയാള് ഒരു ദീർഘനിശ്വാസത്തോടെ കസേരയിലിരുന്നു. മോള് കഴിച്ചായിരുന്നോ? ഞാനും അമ്മയും കൂടിയാണ് കഴിച്ചത്. അയാളുടെ നെറുകയിൽ 3-4 വരകൾ തെളിയാൻ സമയം വേണ്ടി വന്നില്ല. മഞ്ജു കഴിച്ചെന്നോ? അവള് മോളോട് മിണ്ടിയോ? പിന്നെ മിണ്ടാതെ. അമ്മ പാവമല്ലേ അച്ഛാ? പാവം, അത് നിന്റെ അമ്മ. വല്ലാത്തൊരു പുച്ഛത്തോടെ അയാളുടെ ചുണ്ടു കോടി. ഇന്നലെ ദേഷ്യം വന്നപ്പോൾ അമ്മ അറിയാതെ എന്തൊക്കെയോ ചെയ്തു എന്ന് കരുതിയിട്ട് അച്ഛൻ അത് മറന്നു കളഞ്ഞേരെ. അതെ അതെ, പാവം നിന്റെ അമ്മ ചെയ്തത് ഞാൻ അങ്ങ് മറന്നു കളഞ്ഞേക്കാം. കാരണം അത്രയ്ക്കും ചെറിയൊരു കാര്യമല്ലേ അവള് ചെയ്തു വെച്ചത്. അച്ഛന്റെ വാക്കുകളിലെ പരിഹാസം മനസ്സിലായെങ്കിലും അതൊരല്പം പോലും കൂട്ടാൻ പാകത്തിലുള്ള ഒന്നും തന്റെ നാവിൽ നിന്ന് വീഴരുതെന്നുള്ള നിർബന്ധത്തിൽ അവളുടെ മൗനം കൂട്ടായി നിന്നു. അമ്പു, സത്യം പറമോളെ, നീ അവിടെ ഓക്കെ അല്ലേ? അച്ഛാ വരണോ കുഞ്ഞിനെ കൂട്ടാൻ? വേണ്ട അച്ഛാ, ഇവിടെ ഒരു പ്രശ്നവുമില്ല. അച്ഛൻ ഉച്ചയ്ക്ക് വരുമോ കഴിക്കാൻ? അവൾക്ക് അതറിയാനായിരുന്നു ധൃതി. ലോഡ് ഉച്ചയ്ക്ക് വരാമെന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അച്ഛൻ മിക്കവാറും നാരായണന്റെ കടയിൽ നിന്നായിരിക്കും കഴിക്കുന്നത്. പിന്നെ അല്പസ്വല്പം തിരക്കുമുണ്ട്. തിരക്കുള്ള ദിവസങ്ങളിൽ അച്ഛൻ നാരായണന്റെ കടയിൽ നിന്ന് കഴിക്കുന്നത് പതിവായതുകൊണ്ട് അവൾക്കതിൽ പ്രത്യേകിച്ച് വലിയ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. മറിച്ച് ചെറിയൊരു സമാധാനം തോന്നുകയും ചെയ്തു. കാരണം അച്ഛനോട് പറഞ്ഞ പോലെ അമ്മ ഇതുവരെ ഓക്കെ ആയിട്ടില്ല. ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ് വഴക്കായാൽ ഇതിപ്പോ തന്റെ കയ്യിൽ വൈകുന്നേരം വരെ സമയമുണ്ട്. അതിനുള്ളിൽ അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഇന്നലത്തെ പോലൊരു അന്തരീക്ഷം ഇനി ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതിന് തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തേ പാടുള്ളൂ. മോളെ, കടയിലോട്ട് ആള് കയറുന്നു, അച്ഛൻ വെക്കുക കേട്ടോ. കൂടുതൽ സംസാരിക്കാതെ ധൃതിയിൽ അയാൾ ഫോൺ വെച്ചതും അവൾ കണ്ണടച്ചൊന്ന് നിശ്വസിച്ചു. പിന്നെ തിരികെ അടുക്കളയിലേക്ക് പോയതും മഞ്ജു അരി കഴുകിയിടുന്നു. അമ്മയോട് ഇപ്പൊ താൻ എന്ത് ചോദിച്ചാലും അത് വലിയ വഴക്കാവും എന്നറിയാം. കുറച്ചു മുന്നേ ചോദിച്ചപ്പോൾ കിട്ടിയതൊക്കെ അങ്ങേ അറ്റത്തതാണ്. എങ്കിലും അമ്മയോട് സംസാരിക്കാനായി മനസ്സിനെ ധൈര്യപ്പെടുത്തി അവൾ അടുത്തുപോയി നിന്നു. ഞാൻ എന്തോ അമ്മ ചെയ്യണ്ടേ? അച്ചങ്ങിയിരിക്കുന്നത് തോരനരിയട്ടെ? മഞ്ജു അത് കേട്ടെങ്കിലും കേൾക്കാത്ത ഭാവത്തിൽ അടുത്ത ജോലി ചെയ്യാൻ പിന്നെയും പോയതും അവൾ പുറകെ ചെന്നു. അതോ വഴുക്ക് വെക്കാനാണോ അമ്മേ? അവരാ കയ്യിലിരുന്ന പാത്രം സിങ്കിലേക്ക് ശബ്ദത്തിലിട്ടുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയതും അവൾ അമ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. പറ അമ്മേ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ചെയ്തു തന്നെ കൂടുതലാണ്. എന്തായാലും ഓരോന്നൊക്കെ ചെയ്ത് അവസാനം തന്തയെ കൊണ്ട് എന്നെ തല്ലിച്ചില്ലേ, അത് തന്നെ ധാരാളം. അവര് കയ്യും കൂപ്പി പറഞ്ഞതും ആമ്പലു സങ്കടം സഹിക്കവയ്യാതെ വിമ്മി കരഞ്ഞുപോയി. ദേ നിർത്തിക്കോണം. നീ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് ഈ തുടങ്ങുന്ന കരച്ചിൽ. അമ്മ സത്യം, ഇനി അമ്മ പറയാതെ ഞാൻ എവിടെയും പോകില്ല. പ്ലീസ് അമ്മ, എന്നോട് ഇങ്ങനെ ദേഷ്യത്തിലൊന്നും സംസാരിക്കല്ലേ. ഏങ്ങിക്കരഞ്ഞുകൊണ്ട് കൈകൂപ്പുന്ന പോലെ നിൽക്കുന്ന ആമ്പലുവിനെ കണ്ടതും അവർക്കും എവിടെയൊക്കെ സങ്കടം തോന്നി. വേറെ എന്തോ പറയാൻ വന്നവർ അത് വിഴുകിക്കൊണ്ട് തിരിച്ച് അടുക്കളയിലെ ജോലിയിലേക്ക് തിരിഞ്ഞു. അമ്മേ, നീ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്പു? നീ 10-18 വയസ്സ് തികഞ്ഞ പ്രായം തികഞ്ഞൊരു പെണ്ണാണ്. നീ എന്തിന്റെ പേരിലായാലും കണ്ടവരുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിപ്പോ അവിടെ ടീച്ചറും മാഷും മാത്രമാണെങ്കിൽ പിന്നെയും പോട്ടെന്ന് വെക്കാം. ഇത് അവരുടെ മോനും പിന്നെ നിന്റെ 2 ആൺകൂട്ടുകാരും. നീ പത്രമൊക്കെ വായിക്കുന്ന കൂട്ടിലല്ലേടി പെണ്ണെ, ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളെ പോലും. അപ്പോഴാ അവള് കണ്ടോമാരുടെ ഇടയിലോട്ട്. അമ്മ, അമ്മ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, വല്ല ബോധവുമുണ്ടോ? അതെന്റെ സാറും മറ്റു 2 പേരും എന്റെ കൂട്ടുകാരുമാണ്. അമ്മയ്ക്ക് എങ്ങനെ തോന്നിയമ്മേ അവരെ പറ്റി ഇത്രയും വൃത്തികേടൊക്കെ ചിന്തിച്ചു കൂട്ടാൻ?
മഞ്ജുവിന്റെ മനസ്സിൽ ആസിയും നൗഫിയും ഹരനും ഒക്കെ ഏത് സ്ഥാനത്താണെന്ന് അവർ പറയുന്ന കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ടാണ് അവരെ തടഞ്ഞത്. അമ്പു, നിനക്ക് എന്താടി കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എടി പെണ്ണെ, നമ്മൾ ചിന്തിക്കുക പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ മനസ്സ്. അതിൽ എന്തുമാത്രം വൃത്തികേടും ദുഷ്ടതയും ഉണ്ടെന്ന് ഒരു പക്ഷേ അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. സന്ദർഭം വരണം അതൊക്കെ പുറത്തു ചാടണമെങ്കിൽ. മഞ്ജു വാശിയിൽ പറഞ്ഞതും അമ്പു കൈകൂപ്പിക്കൊണ്ട് നിലത്തേക്കിരുന്നു. അമ്മ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അവരെ പറ്റി അങ്ങനൊന്നും പറയല്ലേ അമ്മ. പറയുന്നത് ദൂരെ, അങ്ങനെയൊന്നും ആലോചിക്കുക പോലും ചെയ്യല്ലേ. അതെന്റെ സാറും അവരെന്റെ കൂട്ടുകാരുമാണ്. ഏത് പാതിരാത്രി അവർക്കൊപ്പം ഞാൻ പോയാലും എന്റെ അച്ഛൻ എന്നെ നോക്കുന്ന പോലെ അവരെന്നെ നോക്കുമെന്ന് എനിക്ക് അത്രയും ഉറപ്പുള്ള എന്റെ പ്രിയപ്പെട്ടവർ. അവരെ പറ്റി അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തല്ലേ. ഹാ, ഇതാപ്പം നന്നായത്. ഞാൻ പറഞ്ഞതൊക്കെ കമത്തി വെച്ച കുടത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെയായി. നീ പറയുന്ന നിന്റെ മാഷും കൂട്ടുകാരും അത്രയ്ക്ക് നല്ലവരാണെങ്കിൽ പിന്നെ സിദ്ധു ആണോ നിന്റെ കണ്ണിൽ മോശപ്പെട്ടത്? അതാണോ നീ ആ ചെക്കനെ കാണുമ്പോൾ പരിസരത്ത് പോലും നിൽക്കാതെ ഓടിപ്പോകുന്നത്? കഴിഞ്ഞ ദിവസം തന്നെ ആ ചെറുക്കനെ നാണം കെടുത്തുന്ന പോലെ അല്ലായിരുന്നോ നിന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ? അവനോടില്ലാത്ത വിശ്വാസമാണോ നിനക്ക് ഈ കണ്ടവന്മാരോട്? പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള മഞ്ജുവിന്റെ ചോദ്യത്തിൽ അവൾ ഞെട്ടിപ്പോയി. കാര്യം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സിദ്ധുവേട്ടന്റെ പേര് വരും എന്ന് അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെന്താ മറുപടി പറയുക എന്നറിയാതെ അവൾ മഞ്ജുവിനെ നോക്കി നിന്നുപോയി. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.